അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ അഹ്ലു ബൈത്തിനെ ആരെങ്കിലും ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ 7 സ്ഥലങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്നാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തിനെ ആരെങ്കിലും ഒരാൾ മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവനെ അല്ലാഹു 7 സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ്. ഒന്നവന്റെ മരണസമയം, അവന്റെ മരണസമയം. രണ്ടവനെ കൊണ്ടുപോയി ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ പിന്നതുപോലെ തന്നെയാണ് മഹ്ശറാവൻ സഭയില്, ഹിസാബിന്റെ സമയത്തില്, മീസാനിന്റെ സമയത്തില്, സിറാത്ത് പാലത്തിന്റെ മുകളിൽ, ഈ സ്ഥലങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്നാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മഹാനായ തഅവ് ഉസ്താദ് പറയുന്നത് നോക്കൂ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഖൈർ നൽകണേ റബ്ബേ. സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ സൂക്ഷിക്കുമേഴു സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ, മൗത്തും ഖബർ നശ്റും കിതാബും പിന്നെ മീസാൻ ഹിസാബ് സിറാത്ത് ഇതേഴും തന്നെ. മറന്നുപോകണ്ട, അഹ്ലു ബൈത്തിനെ കാണുമ്പോ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്നേഹിക്കുന്നവർ, അഹ്ലു ബൈത്തിനെ കാണുമ്പോ അവരുടെ കൈ പിടിച്ചുകൊണ്ട് സലാം പറയുന്നവർ, അഹ്ലു ബൈത്തിനെ കാണുമ്പോ അവരുടെ കയ്യിലൊന്ന് ചുംബിക്കാൻ കൊതിക്കുന്നവർ, അഹ്ലു ബൈത്ത് ഇരിക്കുന്ന സദസ്സിൽ പങ്കെടുക്കാനും അഹ്ലു ബൈത്തിന്റെ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് പിന്തിരിയുന്നത്, അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ സയ്യിദന്മാരുടെ മുഖത്ത് നോക്കി നിൽക്കാൻ കൊതിക്കുന്നവരുമുണ്ടല്ലോ. കേട്ടോളണേ സഹോദര, മുസ്തഫ നബി തങ്ങൾ പറയുകയാണ്, ഹബീബാ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, തഅവ് ഉസ്താദ് പദ്യരൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ സൂക്ഷിക്കുമേഴു സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ. ഏതൊക്കെയാണ് ആ 7 സ്ഥലങ്ങൾ? മൗത്തും ഖബർ നശ്റും കിതാബും പിന്നെ അവൻ മരണപ്പെടുന്ന സമയത്തില് അവനിക്ക് മരണവേദന ഉണ്ടാകുന്നതല്ല, അവന് മരണപ്പെടുന്ന സമയത്തിൽ ദാഹിച്ചവനായിട്ട് അവൻ മരിക്കുകയില്ല, അവൻ മരണപ്പെടുന്ന സമയത്തിൽ വിശന്നവനായിട്ട് അവൻ മരണപ്പെടുകയില്ല, അവൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അവന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ട് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നതല്ല, അത് അല്ലാഹു സംരക്ഷിക്കുമെന്ന് ഹബീബാ നബി തങ്ങൾ നമുക്ക് ഉറപ്പ് തന്നതാണ്. പോരാ, ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ടുപോയി വെക്കുന്ന 6 അടി മണ്ണുണ്ടല്ലോ, ആ മണ്ണിലും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. പോരാ, തീരുന്നില്ല, നശ്റും കിതാബും പിന്നെ നാളെ മഹ്ശറാവൻ സഭയിലോട്ട് വരുന്ന രംഗം ഇൻഷാ അല്ലാഹ് നമുക്കതെല്ലാം പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെയും അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. അവന്റെ കിതാബിനെ വലം കയ്യിലേക്ക് അല്ലാഹു കൊടുക്കുകയുള്ളൂ. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന മനുഷ്യന്മാർ ശരിക്കും നോക്കിക്കോ, അഹ്ലു ബൈത്തിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ ആഗ്രഹമുള്ളവർ, അഹ്ലു ബൈത്തിനെ കാണാൻ കൊതിക്കുന്നവർ, അഹ്ലു ബൈത്തിനെ ഒന്ന് തൊടാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നവര്. ചില ആളുകളൊക്കെ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടി ഒന്ന് തൊടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ബാക്കിൽ നിൽക്കുമ്പോ എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകും. പക്ഷെ അവരൊക്കെ വലിയ വലിയ ഭാഗ്യവാന്മാരാണ്. അവരുടെ കിതാബ് അല്ലാഹു വലങ്കയിലാണ് അല്ലാഹു കൊടുക്കപ്പെടുന്നത്. മീസാൻ ഹിസാബ് സിറാത്ത് ഇതേഴും തന്നെ അല്ലാഹുവിന്റെ മീസാനിൽ നന്മയെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. അവന്റെ ഹിസാബ് ലഘൂകരിക്കുന്നതാണ്. സിറാത്ത് പാലമുണ്ടല്ലോ, ആ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ മിന്നൽ വേഗത്തിൽ അവന് കടന്നു പോകാൻ കഴിയുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരെന്ന് പറയുന്നത് ആഫത്തു സമയം നൂഹ് നബിയുടെ കപ്പലാ, ഇവരൊക്കെയും എന്നും ഹദീസിൽ ഹുസ്ല. ആഫത്തു സമയം നൂഹ് നബിയുടെ കപ്പലാ, ഇവരൊക്കെയും എന്നും ഹദീസിൽ ഹുസ്ല. അതാണ് തങ്ങന്മാരുടെ അരികിലേക്ക് ഓടുന്നത്. പാണക്കാട് കുടുംബങ്ങളുണ്ടല്ലോ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്
ശിഹാബ് തങ്ങള്, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള്, അതുപോലെ തന്നെ മഹാന്മാരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള വഫാത്തായി പോയ മഹാനാകുന്ന തങ്ങള്, അല്ലാഹുവേ തങ്ങളുടെ ദർജയെ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി തരണേ അല്ലാഹുവേ. തങ്ങന്മാരുടെ അരികിലേക്ക് ഓടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആഫത്തു സമയം നോഹ് നബിയുടെ കപ്പലാ, ഇവരൊക്കെയും എന്നും ഹദീസിൽ ഹുസ്ല. അവർ ആഫത്ത് നേരത്തിൽ നമ്മുടെ കൈ പിടിക്കാനുള്ളവരാണ്. അവര് സയ്യിദന്മാരാൻ, മനസ്സിലായില്ലേ? അവരാക്ഷേപിക്കരുത്, അവരോട് ചീത്ത പറയരുത്, അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരെ നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അവരോട് ഹുബ്ബിൽ ലാത്ത ഖൽബിലൊരിക്കലും ഈമാനുമില്ലെന്നാണ് തിരുവചനത്തിലും. നോക്കൂ നിങ്ങൾ, ഹബീബ നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനോട്, അഹ്ലു ബൈത്തിനോട്, അതൊരു ചെറിയ കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയോട് സ്നേഹം നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പറയുകയാണ്, അവരോട് ഹുബ്ബിൽ ലാത്ത ഖൽബിലൊരിക്കലും ഈമാനുമില്ലെന്നാണ് തിരുവചനത്തിലും. അല്ലാഹുവേ കാക്കണേ റബ്ബേ, നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അഹ്ലു ബൈത്തിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹുവേ. അഹ്ലു ബൈത്തിനെ ആക്ഷേപിക്കാൻ പാടില്ല. ഒരു പക്ഷേ ആ അഹ്ലു ബൈത്ത് നിങ്ങളുടെ സംഘടനയിലോ നിങ്ങളുടെ രാഷ്ട്രീയത്തിലോ പെട്ട ആളല്ലാതിരിക്കാം. അഹ്ലു ബൈത്തിനെ ആക്ഷേപിക്കാൻ പാടില്ല. അത് തങ്ങളാണോ, സയ്യിദാണോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബമാണോ, അവരാക്ഷേപിക്കാൻ പാടില്ല, അവരെ വെറുക്കാൻ പാടില്ല, അവരെ ചീത്ത വിളിക്കാൻ പാടില്ല. സാദാത്തിനോട് വെറുക്കലും നിർഭാഗ്യമാ, സ്വർഗത്തിനുള്ള മണം ശ്വസിക്കൽ അസാധ്യമാ. സാദാത്തിനോട് വെറുക്കലും നിർഭാഗ്യമാ, സ്വർഗത്തിനുള്ള മണം ശ്വസിക്കൽ അസാധ്യമാ. പടച്ചവനെ കാക്കണേ റബ്ബേ. എല്ലാവരും ആമീൻ പറഞ്ഞ് അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഹബീബിന്റെ പേരക്കിടാക്കന്മാരാണ് ഇവരെല്ലാം. അല്ലാഹുവേ ഇവരുടെ ദർജകൾ നീ ഉയർത്തണേ റബ്ബേ. അഹ്ലു ബൈത്തിനെ ചീത്ത പറയരുത്, അഹ്ലു ബൈത്തിനെ ആക്ഷേപിക്കരുത്, അഹ്ലു ബൈത്തിനോട് വെറുപ്പ് കാണിക്കരുത്, അഹ്ലു ബൈത്തിനോട് ഒരു ദേശത്തിന്റെ കണ്ണുകൊണ്ട് പോലും നോക്കാൻ പാടില്ല. നബി തങ്ങൾ നമ്മളോട് പറഞ്ഞതാണ്, സ്വഹാബാ ഞാൻ 2 കാര്യമാണ് ഇവിടെ ഉപേക്ഷിച്ചിടുന്നത്. ഒന്ന് വിശുദ്ധ ഖുർആനാണ്, രണ്ടാമത്തത് എന്റെ അഹ്ലു ബൈത്തിനെയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ.